എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ട്രിഗണോമെട്രി നമ്മൾ ആദ്യം എടുത്ത ഫസ്റ്റ് എപ്പിസോഡ്. ആ ട്രിഗണോമെട്രിയിലെ മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകും. നോക്കിയിരിക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1. ABCD is a parallelogram. AB is equal to 8 cm, AD is equal to 6 cm, angle D is equal to 120 degree. Find the area of the parallelogram. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ കേട്ടല്ലോ അല്ലേ? നമുക്ക് ഇനി ചെയ്തു നോക്കാം. അപ്പോൾ നോക്കുക, ഇതൊരു പാരലോഗ്രാമാണ്. ഒരു പാരലോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? ഇവിടെ AB 8 cm ആണെങ്കിൽ ഇവിടെ DC എന്തായിരിക്കും? 8 cm. അതുപോലെ തന്നെ ഇവിടെ AD എന്താണ്? 6 cm ആണെങ്കിൽ BC എന്താണ്? 6 cm. ഇവിടെ AB 8 cm ആണെങ്കിൽ DC എന്താണ്? 8 cm. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ AD 6 cm ആണെങ്കിൽ BC എന്താണ്? 6 cm. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി ഇവിടെ നമുക്കൊരു പാരലോഗ്രാമിൻ്റെ ഏരിയ കാണുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു സൈഡ് വൺ സൈഡ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ടു ദാറ്റ് സൈഡ് എന്നാണ്. മനസ്സിലായി? വൺ സൈഡ് നമുക്കിവിടെ AB എടുക്കാം. ABയും ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സൈഡിലേക്കുള്ള അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, അതിൻ്റെ ഉന്നതി, അതിൻ്റെ ഉയരം. അപ്പോൾ നമുക്ക് Dയിൽ നിന്നാണ് നോക്കേണ്ടത്. ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ വരയ്ക്കാം? നമുക്ക് ഇങ്ങോട്ട് അല്ലേ? Dയിൽ നിന്ന് ഇങ്ങനെ കുത്തനെ പെർപെൻഡിക്കുലറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ABയിലേക്ക് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കും. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രിയാണ് വരിക? 90 ഡിഗ്രി. എത്രയാണ്? 90 ഡിഗ്രി. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 120 ഡിഗ്രി. ഇനി അപ്പോൾ ഇവിടെയോ ഇതൊരു ക്വാഡ്രിലേറ്ററാണ്, ഒരു പാരലോഗ്രാമാണ്. അതുപോലെ തന്നെ ഒരു എന്താണ് ഫോർ സൈഡ്സ് ഉള്ള ഒരു ക്ലോസ്ഡ് ഫിഗറാണ്. ഒരു അതിനെന്താ പറയുക? ക്വാഡ്രിലേറ്റർ. 4 സൈഡുള്ളത് പാരലോഗ്രാമുമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പാരലോഗ്രാമിൻ്റെ എല്ലാ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഇവിടെ 120, ഇവിടെ എന്താണ്? 120 240 അല്ലേ? 240 പോയാൽ ബാക്കി എത്ര? 1 അല്ലേ? 240 പോയാൽ ബാക്കി എത്ര? 120 ആകുമ്പോഴത്തേക്ക് ഇവിടെ 120യുടെ ഹാഫ്, ഇവിടെ 120യുടെ ഹാഫ്. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രിയാണ്? 60. ഇവിടെ എത്ര ഡിഗ്രി? 60. അപ്പോൾ നമ്മളത് നോക്കേണ്ട കാര്യമില്ല, പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായി? അപ്പോൾ ഇവിടെ എത്രയാണ്? 60 ഡിഗ്രിയാണ് വരിക. മനസ്സിലായല്ലോ? ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ നിന്ന് വരും 60. അതുപോലെ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ നിന്ന് വരും 120. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, ഈക്വലാണ്. ഇനി അടുത്ത നമുക്ക് ഈ 60 വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ബേസ് ഉണ്ട് അല്ലേ? അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, AB തന്നിട്ടുണ്ട്. നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു സൈഡ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. D അല്ലേ? ABCD എന്ന് കൊടുക്കാൻ അല്ലേ? ഇത് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് DE ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സൈഡിനെ ഈ ഓൾട്ടിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഏരിയ അല്ലേ? ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ബേസ് അല്ലേ? ബേസ് ഇൻറ്റു എന്താണ്? എൻ്റെ ഹൈറ്റ്. ഇതാണ് എൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? എൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. AB ഇൻറ്റു എന്താണ്? DE. AB ഇൻറ്റു DE ആയിരിക്കും അല്ലേ? ബേസ് എന്ന് പറയുന്നതാണ് AB, അതുപോലെ ഹൈറ്റ് എന്ന് പറയുന്നതാണ് DE. ഇത്രയോ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കാണണം. ഇതെങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം. ഈ 60 ഡിഗ്രിയുടെ എന്ത് സൈഡാണ്? ഇനി നമ്മൾ അതിൻ്റെ റൂൾസ് പഠിച്ചുകൊണ്ടൊന്നും പറ്റില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡിൽ ഈ ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചത് ഈ പറയുന്ന ട്രിഗണോമെട്രി എന്നൊരു ചാപ്റ്ററിൻ്റെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ റൂൾസാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നിങ്ങൾ പോയി നോക്കുക. ഇനി അടുത്ത് ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ എന്ത് സൈഡാണ്? DE എന്ന് പറയുന്നത് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ? ഈ പാരലോഗ്രാമിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ എന്ത് സൈഡാണ്? DE ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഇതുമുതൽ ഇതുവരെ അല്ല 8 cm, ഇതുമുതൽ ഇതുവരെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 6 cm. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ എന്ത് സൈഡാണിത്? അതിൻ്റെ ഹൈപ്പോട്ടൻസ് ഇതെന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? സൈൻ തീറ്റ. എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താ പറയുക? DE ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? 6 is equal to എന്ത് തീറ്റ? സൈൻ എത്ര? 60. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഫസ്റ്റ് എപ്പിസോഡിലോ സെക്കൻഡ് എപ്പിസോഡിലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇവിടെ എത്ര? 30 ഡിഗ്രി. ഇവിടെ എത്രയാണ്? 60 ഡിഗ്രി. ഇവിടെ 90, 1 യൂണിറ്റ്, 2 യൂണിറ്റ്. ഇവിടെ എത്ര? √3 യൂണിറ്റ്.
അങ്ങനെ വരുമ്പോഴേ നമുക്ക് സൈൻ 60 നമുക്ക് ഇവിടെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും, കാണാതെ പഠിക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ DE/6 ഈസ് ഈക്വൽ ടു സൈൻ 60. സൈൻ 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് √3/2 √3/2 അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ DE ഇൻറ്റു എന്താണ് DE ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു √3 6 ഇൻറ്റു √3. therefore DE ഈസ് ഈക്വൽ ടു, അതായത് ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു √3 ഡിവൈഡ് ബൈ എന്താണ് ഈ 2. 6 2 വെട്ടിപ്പോയി എന്താണ് 3 ടൈംസ് 3 ഇൻറ്റു √3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. 3 ഇൻറ്റു 3 √3 സെൻറ്റിമീറ്റർ. ഇത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ ഏരിയ കാണുന്നതിന് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? B ഇൻറ്റു H അല്ലേ. B ഇൻറ്റു H. ഇവിടെ ബേസ് എത്ര പറഞ്ഞിരിക്കുന്നു? 8 സെൻറ്റിമീറ്റർ. 8 ഇൻറ്റു ഹൈറ്റ് എത്ര പറഞ്ഞിരിക്കുന്നു? ഹൈറ്റ് നമുക്കിവിടെ എത്ര കിട്ടിയത്? 3 √3. അപ്പോൾ 8 ഇൻറ്റു 3 എത്ര? 24 √3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. അപ്പോൾ ഏരിയ ഓഫ് ദ പാരലോഗ്രാം അല്ലേ, ഏരിയ ഓഫ് ദ പാരലോഗ്രാം ഈസ് ഈക്വൽ ടു അതാണ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇവിടെ എത്ര നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു? 8 സെൻറ്റിമീറ്റർ. നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു അല്ലേ? എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്നുള്ള റൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് പറയുമ്പോഴത്തേക്കും ട്രിഗണോമെട്രിയിൽ എന്താണ്? സൈനാണ് അല്ലേ. സൈൻ എന്താണ്? സൈൻ 60. സൈൻ 60യുടെ വാല്യൂ നമ്മൾ നോക്കി. ഈ ഫിഗർ വെച്ചാണ് കണ്ടുപിടിച്ചത്, അല്ല കാണാതെ പഠിച്ചു വെച്ചതല്ല. ഫിഗർ വെച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് √3/2. അങ്ങനെ ഇവിടെ എഴുതി. അങ്ങനെ നമുക്ക് D കിട്ടി. D എന്താണ്? 3 √3. അത് വെച്ചിട്ട് A ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ബേസ് ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നു? 8 ഇൻറ്റു ഹൈറ്റ് നമുക്ക് എത്ര കിട്ടിയത്? 3 √3 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലോ. എളുപ്പമല്ലേ? എളുപ്പമാണ്. Question number 2. In triangle ABC, AC is equal to BC is equal to 18 centimeter. Angle ACB is equal to 120 degree. Find the perpendicular distance from C to AB. What is the area of the triangle? ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിളിൽ എന്താണ്? ട്രയാങ്കിൾ ABC അല്ലേ. ഈ സൈഡ് AC, ഇതെന്താണ്? BC ആണ്. ഇതെത്ര? 18 സെൻറ്റിമീറ്റർ. ഇതും എന്താണ്? 18 സെൻറ്റിമീറ്റർ. ഈ ആംഗിൾ C എന്താണ്? 120 ഡിഗ്രി. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to AB എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിയിൽ നിന്ന് AB പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക അല്ലേ. നമുക്ക് അതിനകത്ത് പേര് കൊടുക്കാം. CD നമുക്ക് പേര് കൊടുക്കാം. CD. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആംഗിൾ C 120 എന്ത് ചെയ്തു അല്ലേ. ബൈസെക്റ്റ് ചെയ്യുമ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിട്ട് മാറും? 60 ഡിഗ്രി ആയിട്ട് മാറും. ഈ 60 ഡിഗ്രിയുടെ എന്ത് സൈഡാണ് ഈ ട്രയാങ്കിൾ അല്ലേ. ഈ ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഈ CD എന്ന് പറയുന്നത് ഈ 60യുടെ എന്ത് സൈഡാണ്? അഡ്ജസൻറ്റ് സൈഡ്. എന്താണ്? അഡ്ജസൻറ്റ് സൈഡ്. ഇതെന്താണ്? ഹൈപ്പോട്ടൻസ്. നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് ആണ് അല്ലേ. ഇത് അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താ പറയുക? CD/18 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് തീറ്റ. കോസ് എത്ര? 60. ഈ 60യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എത്ര? 30 ഡിഗ്രി. ഇവിടെ എത്ര? 60 ഡിഗ്രി. 1 യൂണിറ്റ്, 2 യൂണിറ്റ്. ഇവിടെ എത്ര? √3 യൂണിറ്റ്. ഈ 60യുടെ ഈ കോസ് 60 എന്ന് പറയുമ്പോൾ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് ആണ്. 60യുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? 1 ആണ്. അതിൻ്റെ അപ്പോൾ ഹൈപ്പോട്ടൻസ് ആണ് 2. അപ്പോൾ CD/18 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് എന്താണ്? 1/2 അല്ലേ. അപ്പോൾ നമുക്കിനി CD എങ്ങനെ കണ്ടുപിടിക്കാം? CD ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 1. അപ്പോൾ അത്ര 18. therefore CD ഈസ് ഈക്വൽ ടു 18 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. അപ്പോൾ CD നമുക്ക് കിട്ടിക്കഴിഞ്ഞു. CD എത്ര? 9 സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ. CD നമുക്ക് എത്ര കിട്ടി? 9 സെൻറ്റിമീറ്റർ. ഇനി കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ നമുക്ക് ഈ എയുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to B എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to B എന്ന് പറയുന്നത് എത്ര? ആൻസർ 9 സെൻറ്റിമീറ്റർ. ഇനി കണ്ടുപിടിക്കേണ്ടതാണ്, ഞാൻ വായിക്കുകയാണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ബേസ് ആണ്. കാരണം വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളുടെ ഏരിയ കാണാൻ നമുക്ക് എന്ത് വേണം? ബേസ് വേണം. ബേസ് ഏതാണ്? AB ആണ്. A മുതൽ B വരെയാണ്. അപ്പോൾ നമുക്ക് AD കിട്ടുകയാണെങ്കിൽ ബാക്കി ആ AD തന്നെ ആയിരിക്കും ഏത്? DB എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ എന്തായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ആദ്യം AD കാണാം. AD എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ആംഗിളിൻ്റെ എന്ത് സൈഡാണ്? ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ തന്നിരിക്കുന്ന എന്താണ്?
ആൻഡ് ഹൈപ്പോട്ടൻസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ്, എതിർവശം ഏതാണ് കർണം അല്ലേ. എ ഡി ബൈ ഹൈപ്പോട്ടൻസ് എന്താണ് 18 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് അല്ലേ. എ ഡി ബൈ 18 എന്താണ് സൈൻ 60. സൈൻ 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടൻസ് √3 ബൈ സൈൻ 60 ആദ്യം എഴുതുക. സൈൻ 60 എ ഡി ബൈ 18 ഈസ് ഈക്വൽ ടു സൈൻ 60 ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ് ഹൈപ്പോട്ടൻസ് √3 ബൈ 2. എ ഡി ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു √3. therefore AD is equal to 18 into √3 divided by 2. അപ്പോൾ അത്ര 9 ടൈംസ് 9 ഇൻറ്റു 9 √3 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. 9 √3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും 9 √3 സെൻറ്റിമീറ്റർ ആയിരിക്കും ആൻസർ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഏരിയ. അപ്പോൾ അല്ലേ ഏരിയ കാണാനുള്ള എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലേ. ബേസും കിട്ടിക്കഴിഞ്ഞു, അതിൻ്റെ ഹൈറ്റും കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ബിയുടെ ആൻസർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും എ ബി സിക്കൽ ടു ഇതിൻ്റെ ഡബിൾ അല്ലേ. 9 √3 ഡബിൾ ആയിരിക്കും. അപ്പോൾ എന്താ 2 ഇൻറ്റു 9 √3 ഈസ് ഈക്വൽ ടു 18 √3 സെൻറ്റിമീറ്റർ ആണ് എ ബി എന്ന് പറയുന്നത്. സി ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞ് സി ഡി എത്ര 9 സെൻറ്റിമീറ്റർ, എ ബി എത്ര 18 √3 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ സിക്കൽ ടു എന്താണ് ഹാഫ് ബി എച്ച് അല്ലേ. 1/2 എന്തുകൊണ്ടാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ് ഹാഫ് ബി എച്ച്. 1/2 ഇൻറ്റു ബേസ് ഇവിടെ എത്ര കിട്ടിക്കഴിഞ്ഞു 9 √3 9 √3 എത്ര 18 √3. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു എ ബി സിക്ക് 2 ഇൻറ്റു 9 √3 അപ്പോൾ അത്ര 18 √3 ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് ഓൾട്ടിറ്റ്യൂഡ് എത്ര 9 സെൻറ്റിമീറ്റർ. ഇതും വെട്ടി എത്ര 9 ടൈംസ് 9 ഇൻറ്റു 9 എത്ര 81 √3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ, പിടിയിട്ടല്ലോ. അപ്പോൾ അത്ര 81 √3 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എൻ്റെ ആൻസർ. അപ്പോൾ ഏരിയ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് എന്താണ് ഇനി ഒരു കാര്യം തൊട്ട് മുമ്പിൽ ഞാൻ പഠിപ്പിച്ചൊരു ക്വസ്റ്റനിൽ ഞാൻ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയേണ്ടത് ഏരിയ പറയുമ്പോൾ ഏരിയയുടെ യൂണിറ്റ് എന്താണ് സ്ക്വയർ മീറ്റർ അല്ലെങ്കിൽ എന്താണ് സ്ക്വയർ സെൻറ്റിമീറ്റർ, അത് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇവിടെ 81 √3 സെൻറ്റിമീറ്റർ സ്ക്വയർ അതാണ് എൻ്റെ ആൻസർ. ഓക്കെ.